ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. അപ്പൊ എല്ലാവരും LDCക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാലോ, ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ LPSAക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് നമ്മൾ അറിയാത്ത കുറെ വേർഡ്സ് ഒക്കെ എടുത്ത് ഇടുക എന്നുള്ളത്. പക്ഷെ നമുക്ക് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതെല്ലാം കിട്ടുന്ന കാര്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. സംരക്ഷിത ബലം ഡെൽറ്റ വി എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ഡെൽറ്റ എക്സ് എന്ന സമവാക്യത്തിൽ കാണിച്ചിരിക്കുന്ന അതിശ അളവായ വി എക്സിൽ നിന്ന് രൂപീകരിക്കാൻ കഴിയില്ല. തുടങ്ങിയ ബിന്ദുവിൽ തിരിച്ചെത്തുന്ന ഒരു പാതയിൽ സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും പൂജ്യമായിരിക്കില്ല. ഗുരുത്വാകർഷണ ബലം ഒരു സംരക്ഷിത ബലം അല്ല. ഇനി എന്താ ഈ സംരക്ഷിത ബലം? നമ്മൾ ഇത് കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല അല്ലെ, എന്താ സംരക്ഷിത ബലം എന്ന്. ഇനി എന്താ സംരക്ഷിത ബലം എന്ന് നോക്കിയാലോ. പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഒരു ബിന്ദുവിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു. ഇതാ ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു. എ എന്ന ആള് ഇവിടെ യാത്ര ആരംഭിച്ച ബിയിലെത്തി. തിരിച്ച് അയാള് എയിൽ തന്നെ എത്തി. അപ്പൊ ഈ പാതയെ സ്വതന്ത്രമാക്കി എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ബലങ്ങളാണ് സംരക്ഷിത ബലം. അങ്ങനെയുള്ള ബലങ്ങളാണ് സംരക്ഷിത ബലം. ഇനി ഒരാൾ യാത്ര ആരംഭിച്ച് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ച് ബിയിലെത്തി. പിന്നെ എന്താണ്, ആ പാതയെ മാത്രം ആശ്രയിച്ചാണ് യാത്ര തുടരണേ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രയോഗിച്ച ബലത്തിന് എതിർദിശയിലാണ് പ്രവൃത്തി നടക്കണേന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബലങ്ങളെ പറയുന്നതാണ് എന്ത്? അസംരക്ഷിത ബലം. അങ്ങനെയുള്ള പ്രവൃത്തിയെ പറയുന്നതാണ് അസംരക്ഷിത ബലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബലങ്ങളെ പറയുന്നതാണ് അസംരക്ഷിത ബലം. നമുക്കറിയാം, നമ്മൾ പ്രയോഗിച്ച എതിർദിശയിൽ പ്രവൃത്തി വരികയാണെങ്കിൽ നെഗറ്റീവ് പ്രവൃത്തി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഉള്ള ബലം ഏതാണ്? ഇപ്പൊ നമ്മൾ ഒരു തറയിലൂടെ അങ്ങനെ നടക്കുക, അപ്പൊ അവിടെ നമുക്ക് എതിരായിട്ട് പ്രയോഗിക്കുന്ന ബലം എന്താ? ഘർഷണ ബലം. അപ്പൊ ഘർഷണ ബലം എന്താണ്? ഒരു അസംരക്ഷിത ബലമാണ്. അതേപോലെ വിസ്കസ് ബലം എന്താണ്? ഒരു അസംരക്ഷിത ബലമാണ്. ഗുരുത്വാകർഷണ ബലം എന്താണ്? ഗുരുത്വാകർഷണ ബലം ഒരു സംരക്ഷിത ബലമാണ്. എന്താണ്? ഒരു പോയിന്റ് നമ്മൾ താഴേന്ന് മുകളിലേക്ക് എറിഞ്ഞാൽ തിരിച്ചു താഴേക്ക് തന്നെ എത്തില്ലേ? ഇല്ലേ? അപ്പൊ അതെങ്ങനെയുള്ള ബലാണ്? അസംരക്ഷിത ബലമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാലോ. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ സംരക്ഷിത ബലം എന്നാ പറഞ്ഞിട്ടില്ലേ, അസംരക്ഷിതമല്ല. അപ്പൊ എന്താണ്? ശരിയല്ലേ? അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു, പാതയെ ആശ്രയിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ തന്നെ ശരിയാണ്. അപ്പൊ ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ? ഗുരുത്വാകർഷണ ബലം ഒരു സംരക്ഷിത ബലം അല്ല എന്നാണ്. പക്ഷെ ബലമല്ല എന്നല്ല, ബലമാണ്. ഓക്കെ, പിന്നെ തുടങ്ങിയ ബിന്ദുവിൽ തന്നെ തിരിച്ചെത്തുന്ന ഒരു പാതയില് സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും പൂജ്യമാവില്ല എന്നാ പറഞ്ഞേക്കണേ. ഒരിക്കലും പൂജ്യമാവില്ലേ? സ്ഥാനാന്തരം പൂജ്യമാവില്ലേ? ഇല്ലേ? അപ്പൊ പ്രവൃത്തി എന്തായിരിക്കും? പൂജ്യമാവും. എഫ് ഇൻറ്റു എസ് എന്നല്ലേ? എഫ് ഇൻറ്റു എസ് എന്നല്ലേ നമ്മൾ പ്രവൃത്തി പറയാം. സോ സ്ഥാനാന്തരം പൂജ്യമാണെങ്കിൽ അവിടെ എന്താണ്? ഈ വർക്കും പൂജ്യമായിരിക്കും. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. വ്യത്യസ്ത ഛേദതലത്തോട് കൂടിയ രണ്ട് സിറിഞ്ച്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ ഒരു സിറിഞ്ചും എടുത്തിട്ടുണ്ട്. സിറിഞ്ച് വെള്ളം നിറച്ച് ഒരു ഇറുകിയ ട്യൂബുമായിട്ട് ബന്ധിപ്പിച്ചേക്കാം. അപ്പൊ ദേ ഇവിടെ ഇങ്ങനെ ഒരു ഇറുകിയ ട്യൂബുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെറിയ പിസ്റ്റണിന്റെയും വലിയ പിസ്റ്റണിന്റെയും വ്യാസങ്ങള്, അപ്പൊ ഇവിടെയുള്ള വായ്ഭാഗം അല്ലെ, ആ കുഞ്ഞോട്ട ഇവിടെ മുകളിലുള്ള ആ കുഞ്ഞോട്ട അതെന്താണ്? യഥാക്രമം 2 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ മുകളിലുള്ളത് എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ചെറിയ പിസ്റ്റണില് 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്കൽസ് നിയമവുമായിട്ട്. F1 by A1 is equal to
F2/A2. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് വ്യാസമാണ് തന്നിട്ടുള്ളത്, ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര തന്നിട്ടില്ലേ? 2 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് എന്താ? ഏരിയയാണ്. ഏരിയയുടെ ഇക്വേഷൻ എന്താ? πr². ആ മുകളിലത്തെ ആ വ്യാസം, ആ റൗണ്ട് അല്ലേ? ആ റൗണ്ടിന്റെ ഏരിയ കാണാൻ എന്താ? πr². അപ്പൊ ആദ്യത്തെ എത്രയാണ്? പൈ ഇൻറ്റു വ്യാസം അല്ലെ? അപ്പൊ 2/2 r/2. അതാ r 2r ആണ് വ്യാസം. വ്യാസം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് കാണാൻ ഡയമീറ്റർ ബൈ 2 കണ്ടാ മതി. സോ ഇവിടെ r എങ്ങനെ കൊടുക്കാം? 2/2 എത്രയാണ്? 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1. സോ ഇതെന്താണ്? പൈ കിട്ടി. then അടുത്തത് രണ്ടാമത്തെ ഏരിയ πr² അല്ലേ? സോ ഇവിടെ 10 ആണ്. അപ്പൊ എന്ത് വരും ഏരിയ? 5. 10/2. ഡയമീറ്റർ ആണ് 10. ഓക്കെ. അപ്പൊ 5 ഇൻറ്റു 5 എത്രയാണ്? 25 പൈ ആണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? ഇവിടെ അപ്ലൈ ചെയ്യുമ്പോ F1 എത്രയാ പറഞ്ഞിട്ടില്ലേ? 1 ന്യൂട്ടൺ കൊടുക്കുന്നു. സോ അതിന്റെ ഏരിയ വരുന്നത് പൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു F2 ആണ് കാണേണ്ടത്. അതിന്റെ വരുന്നത് 25 പൈ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അപ്പൊ എന്ത് വരുന്നു? 25 പൈ ഇൻറ്റു 1 ഈക്വൽ ടു F2. സോ എന്ത് വരുന്നു? 25. F2 എന്ന് പറയുന്നത് എത്രയാണ്? 25 ന്യൂട്ടൺ ആണ്. നമുക്ക് നോക്കിയാലോ ഓപ്ഷനിൽ ഇല്ലേന്ന്? ഇതാ 25 ന്യൂട്ടൺ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് ഒരു 2 ഏരിയ അല്ലെങ്കിൽ 2 വ്യാസം 2 റേഡിയസ് അല്ലെങ്കിൽ ഒന്നിലെ എന്താ മർദ്ദം പ്രയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് മനസ്സിലാവണം ഇത് എന്ത് ലോയുമായി റിലേറ്റ് ചെയ്തതാണ്? പാസ്കൽസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഉടനടി നമുക്ക് മനസ്സിൽ വരണം. എന്താണ് ഇക്വേഷൻ? F1/A1 ഈക്വൽ ടു F2/A2. ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ. ഇതാ നമുക്കിവിടെ തന്നിട്ടുള്ളത് ആദ്യം തന്നെ 2 ഡയമീറ്ററുകൾ തന്നിട്ടുണ്ട്. ഡയമീറ്ററുകൾ ഒന്ന് 2 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. ഇത് ഫസ്റ്റ് പിസ്റ്റന്റെയും ഇത് സെക്കൻഡ് പിസ്റ്റന്റെ ആണ്. ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏരിയ നമുക്ക് ആറാ വേണ്ടത്, ഡി അല്ല. സോ എന്താണ്? ആദ്യത്തെ ഏരിയ കാണാൻ ഡയമീറ്റർ തന്നിട്ടുണ്ട്. 6 കാണാൻ എന്ത് ചെയ്യും? R1 കാണാൻ ഡയമീറ്റർ ബൈ 2 ദാറ്റ് ഈസ് 1 ആൻഡ് R2 എന്ന് പറഞ്ഞത് ഡയമീറ്റർ ബൈ 2 ദാറ്റ് ഈസ് 5. ഇനി ആദ്യത്തെ ഏരിയ അപ്പൊ എങ്ങനെയാ കാണുക? ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് പൈ ആണ്. ഇനി രണ്ടാമത്തെ πr² ഏരിയ എങ്ങനെയാ കാണുക? പൈ ഇൻറ്റു 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 25 പൈ ആണ്. നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? F1/A1 ഈക്വൽ ടു F2/A2 എന്ന് ആദ്യമേ എഴുതി വെക്കുക. ഇതെല്ലാം തന്നിട്ടുണ്ട്. F2 ആണ് കാണേണ്ടത്. സോ A2/A1 ഇൻറ്റു F1 ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്ത് വരും? 25 പൈ ഇൻറ്റു F എത്രയാണ്? 1 ആണ്. പൈ കട്ട് ചെയ്തു. അപ്പൊ എന്താ വരുന്നേ? 25 ന്യൂട്ടൺ. ഓക്കെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടും എന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡയമീറ്റർ ആണ്, അവിടെ ഏരിയ കാണണം എന്നുള്ള ഒരു തോട്ടും കൂടെ വന്നാൽ മതിയാകും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇപ്പൊ LDC ഒക്കെ പഠിക്കുന്നവരാണ്. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 70 ദിവസമേ ഉള്ളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ഡെയിലി മോക്ക് ടെസ്റ്റും ഡെയിലി ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രകൃതിയായിട്ട് അങ്ങോട്ട് മുന്നിലേക്ക് പോവാം. എല്ലാവരും AZB അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. GPay ചെയ്യേണ്ട നമ്പർ ഇതാണ്. അപ്പൊ നമുക്ക് എന്താണ് OMR പ്രാക്ടീസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഡെയിലി ടൈം ടേബിൾ വെച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ഇനി റാങ്ക് ഫയൽ ഒന്നും തപ്പി നടക്കണ്ട. റാങ്ക് ഫയലിന്റെ രൂപം മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പഠിച്ച് വേഗം സർവീസിൽ കയറാം. ഓക്കെ. നമുക്കിതാ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മളിത് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് വന്നിട്ടുമുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക.
എന്നിട്ട് ഇത് എന്തിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയണം. ഇത് നമുക്ക് 8ാം ക്ലാസ്സിലെ SCERT-യിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാ ഫെർമി, ആങ്സ്ട്രം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം. എല്ലാം ദൂരത്തിന്റെ യൂണിറ്റ് ആണ്, എല്ലാം സമയത്തിന്റെ യൂണിറ്റ് ആണ്. 1, 2, 3 ദൂരത്തിന്റെ യൂണിറ്റുകളും 4 സമയത്തിന്റെ യൂണിറ്റുമാണ്. 2, 3 ദൂരത്തിന്റെ യൂണിറ്റും 1, 4 സമയത്തിന്റെ യൂണിറ്റുമാണ്. അപ്പൊ ഇതിൽ എന്താ വരുന്നേ? ഫെർമി, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ആങ്സ്ട്രം, പ്രകാശവർഷം, ഫെർമി. ഇതെല്ലാം എന്തിന്റെ യൂണിറ്റ് ആണ്? ഇതെല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. SCERT-യിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ LPSA-യിലേക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ആരും മറക്കണ്ട. അപ്പൊ എന്തിന്റെ യൂണിറ്റുകളാണ്? എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്ത് നമുക്ക് എന്താ പറയാ, അടിസ്ഥാന യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ നോക്കി പോവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അടിസ്ഥാന യൂണിറ്റുകള്, അതേപോലെ 7 SI യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റുകളിൽ തന്നെ 7 വരുന്നത്. അതേതൊക്കെയാണ്? അതിന്റെ SI യൂണിറ്റുകൾ നോക്കണം, അതിന്റെ പ്രതീകങ്ങൾ നോക്കണം. ഓക്കെ, പിന്നെ ഡയമെൻഷൻ അല്ലെ, എങ്ങനെയാണ് ഡയമെൻഷൻ കണ്ടുപിടിക്കണേ? ഇതെല്ലാം നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 50 ഓം, 100 ഓം, 200 ഓം വീതമുള്ള പ്രതിരോധമുള്ള 3 ബൾബ് ഓക്കെ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. 200 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. 100 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. 3 ബൾബുകൾക്കും തുല്യ പവർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുക? പവർ അല്ലേ കാണണ്ടേ? അപ്പൊ അതിനൊരു ഇക്വേഷൻ SCERT-യിലുണ്ട്. P = V²/R എന്ന് പറഞ്ഞ ഇക്വേഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ V ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? 200 വോൾട്ട്. ഇനി ആദ്യത്തെ R1 കേട്ടോ, നമ്മൾ അങ്ങനെ എടുക്കാൻ പോവാ. 50 ഓം. R2 ഇവിടെ എഴുതാം. R2 എത്രയാണ്? 100 ഓം. ആൻഡ് R3 എത്രയാണ്? 200 ഓം. സോ P1 = എന്താണ്? V²/R1 ആണ്. അപ്പൊ V² എത്രയാ? 200 × 200 R1 എത്രയാ? 50. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോ എത്രയായി? 800 അല്ലേ? 800 വാട്ട് അല്ലേ? അടുത്തത് R2/100 ഓം. നോക്കൂ, ഇവിടെ എന്താ വരണേ? R2 എന്ന് പറയുമ്പോ എത്ര വരണേ? കൂടെ കുറച്ച് നീക്കി എഴുതാം കേട്ടോ. അപ്പൊ P2 = V²/R2. അപ്പൊ V² എത്രയാ? 100 × 100 R2 എത്രയാ? V² എന്ന് പറയുന്നത് 200 × 200. അത് ഓൾറെഡി ഇവിടെ സെയിം ആണ്. 200 × 200. R2 എത്രയാ? 100. അപ്പൊ ഇതെന്തായി? 400. ഓക്കെ, നെക്സ്റ്റ് R3. P3 = V²/R3. V² എത്രയാ? 200 × 200. R3 എത്രയാ? 200. കട്ട് ചെയ്തു. ഇവിടെ എത്രയാ? 200. അപ്പൊ ഇതിന് ഏതിനാ ഏറ്റവും കൂടുതൽ വാട്ടുള്ളത്? നിങ്ങൾ നോക്കി, 800 ആണോ, 400 ആണോ, 200 ആണോ? ഏതിനാണല്ലേ? ഏതാണ്? ആദ്യത്തേനാണ്. ആദ്യത്തേന് കിട്ടിയത് എത്രയായിരുന്നു? റെസിസ്റ്റൻസ് 50 ഓം ആയിരുന്നു. സോ നമുക്ക് ഇതിൽ ഏത് ആൻസർ വരണേ? 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ വരുന്നത്. അപ്പൊ LPSA-ക്കാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, അത് വളരെ കുറച്ച് ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ്, എന്നിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ ഇനിയുള്ള LD-ക്കൊക്കെ ഏത് ലെവൽ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. 3 മാർക്കേ ഉള്ളൂ, പക്ഷെ ഏത് ലെവൽ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ദേ ഇപ്പൊ ആംബുലൻസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വരുന്നേ? ഇത് നിങ്ങൾക്ക് സ്ഥിരം SCRT കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോളൂ. ആ, വൈദ്യുതോർജ്ജം എന്തായിട്ടാ മാറ്റുന്നേ? പ്രകാശോർജ്ജമാണോ? അതോ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാണോ? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാണോ? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാണോ? എന്തായിട്ടാ മാറ്റുന്നേ? ഒരു വൈദ്യുത ജനറേറ്ററില് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറ്റുന്നത്. അപ്പൊ അവിടെ നോക്കേണ്ട കാര്യങ്ങള് ഊർജ പരിവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നന്നായിട്ട് നോക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതില് മൈക്രോഫോണിന്റെ വരുന്നുണ്ട്. മൈക്രോഫോൺ സ്ഥിരം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ലൗഡ് സ്പീക്കർ സ്ഥിരം ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് മറക്കണ്ട. ഇത് എന്തായാലും നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോവുക. ക്ലിയർ അല്ലേ? അടുത്തത് നിങ്ങൾ LDC ഞാൻ പറഞ്ഞല്ലോ, LDC LGS പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തൊട്ട് തന്നെ പഠിക്കാം. അതായത് ഒരു പോയിന്റ് പോലും വിടാതെ ഡെയിലി വർക്ക്ഔട്ട് സെഷൻ ആയിട്ട് പോവാം. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. 10th +2 ഡിഗ്രി ലെവൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൈപ്പിടിയിലാക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ GPay നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കണം. എന്തിനു ശേഷം? നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ മറക്കണ്ട, നിങ്ങൾ ഉടനെ ജോയിൻ ചെയ്തോളൂ. എല്ലാ ക്ലാസ്സസുമായിട്ട് ലൈവ്സും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? അതായത് ഒരു സമതല ദർപ്പണം അതിനെ സംബന്ധിച്ച്, സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏത്? എത്രേ ചോദിച്ചിട്ടുള്ളൂ. എന്താണ്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം തുല്യമാണ്. വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. ഇതിൽ ഏതാ വരുന്നത്? ഞാനൊരു പറയാണ്, ഇവിടെ ഒരു മിറർ ഉണ്ട്. ഈ മിററിന്റെ ഫ്രണ്ടില് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളില് രൂപം വരുന്നതും ഇതേ ആളുടെ അതേ വലുപ്പം. ഇപ്പൊ നമ്മളൊരു മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. നമ്മൾ എന്തിനാ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കണേ? നമ്മളെ അതേപോലെ തന്നെ കാണാൻ അല്ലേ? അപ്പൊ നമ്മുടെ അതേ വലുപ്പം തന്നെ ആയിരിക്കില്ലേ പ്രതിബിംബത്തിന്? കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ ദർപ്പണത്തിന്റെ പിന്നിലേക്ക് ഇങ്ങനെ നടക്കുക. നമ്മൾ ദർപ്പണത്തിന്റെ പിന്നിലേക്ക് ഇങ്ങനെ നടക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ദർപ്പണത്തിൽ നിന്ന് പിന്നിലേക്ക് അകന്നു പോണ പോലെ തോന്നില്ലേ? ഇല്ലേ? അപ്പൊ നമ്മുടെ അകലം, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നിങ്ങൾ ആ ദർപ്പണത്തിന്റെ ഉള്ളിൽ ഒന്ന് പിടിക്കാൻ നോക്കിയേ. നിങ്ങൾ അതിന്റെ ഉള്ളിലുള്ള ഇതിനെ പിടിക്കാൻ നോക്കിയേ. പ്രതിബിംബത്തിനെ പറ്റുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ ഒരു വെള്ള സ്ക്രീൻ വെച്ചാൽ അതിലേക്ക് പതിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? യഥാർത്ഥ പ്രതിബിംബമാണോ രൂപപ്പെടുന്നത്? അല്ല. അവിടെ എന്ത് പ്രതിബിംബമാണ്? മിഥ്യാ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? 1ഉം 3ഉമാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, എന്താ ആൻസർ വരുന്നത്? 1ഉം 3ഉം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആ ഭാഗം എന്ത് ചെയ്യാ? നന്നായിട്ട് നോക്കി പോവുക കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത്, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന 3 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബത്തിന് 6 സെന്റിമീറ്റർ ഉയരമുണ്ട് എങ്കിൽ ആവർത്തനം കണക്കാക്കുക. ആവർത്തനം കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താ? ആവർത്തനം കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എന്താണ്? നമുക്കറിയാലോ, M is equal to HI/HO എന്നാണ്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടില്ലേ? ഒരു കോൺകേവ് ദർപ്പണാണ് അല്ലെ? ഇപ്പൊ കേവ് ആണ്. അതില് 3 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു, 3 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തുവുണ്ട്. അതിന്റെ യഥാർത്ഥ പ്രതിബിംബത്തിന് 6 സെന്റിമീറ്റർ ആണ് ഉയരം വരുന്നേ. അപ്പൊ യഥാർത്ഥമാണ്. ഇങ്ങോട്ട് വരുമ്പോ എന്തായിരിക്കും? 6 സെന്റിമീറ്ററാ അല്ലേ? ഓക്കെ, അപ്പോ 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആവർത്തനം കണക്കാക്കാനാ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് അറിയാമോ എങ്ങനെ കണക്കാക്കാന്ന്? HI/HO ആണ്. സോ
6 സെന്റിമീറ്റർ ആണ് ഉയരം. ഇമേജ് അല്ലെ, ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ 6 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഓബ്ജക്റ്റിന്റെ 3 സെന്റിമീറ്റർ ആണ്. ഇതാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ നമ്മൾ എന്ത് നോക്കണം? ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. അതെന്താ സംഭവം? ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി, നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇങ്ങനെ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോ നമ്മൾ എന്ത് ഇതെടുക്കുക? നെഗറ്റീവ് ആയിട്ട് എടുക്കുക അല്ലെ? ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ശരിയല്ലേ? അതേപോലെ ഇതാ എന്താണ് പ്രതിബിംബം മുകളിലേക്ക്, വസ്തു മുകളിലേക്കാണെങ്കിൽ എന്തായിട്ട് എടുക്കും? പോസിറ്റീവ് ആയിട്ട് എടുക്കും. താഴേക്കാണെങ്കിലോ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിന്റെ മുകളിലേക്ക് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവും. ഇങ്ങനെ തന്നെയല്ലേ എടുക്കാറ്? അത് ഇവിടെ അപ്ലൈ ചെയ്യണം. യഥാർത്ഥ പ്രതിബിംബം ആണല്ലോ. അപ്പൊ എവിടെ ഇമേജ് വന്നിട്ടുള്ളേ? ഇതിന്റെ താഴേക്ക്. ഇത് മുകളിലേക്കാണേ, ഇത് താഴേക്കാണേ. അപ്പൊ നമ്മൾ ഏതാ എടുക്കണ്ടേ? 6 നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ആവർത്തനം എത്രയാണ്? -2. ഓക്കെ, എത്രയാണ്? -2. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ കിടപ്പുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം, നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം. ഒരു ദാക്ഷിണ്യവും ഇല്ല കേട്ടോ അതിനകത്ത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് എന്താണ് ഇതെല്ലാം ഓക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ആ പിക്ചർ കാണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് എന്ത് ചെയ്യാം ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്നുള്ളത് ഇവിടെ വരയ്ക്കാം കേട്ടോ. നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. എക്സ് ആൻഡ് വൈ ആക്സിസ് 0 ആണ്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. നോക്കൂ, ഇതിന്റെ ലെഫ്റ്റിലേക്ക്, ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ കണക്കാക്കുന്നത്? നമ്മൾ എന്തായിട്ടാ കണക്കാക്കുന്നേ? നമ്മളെല്ലാം ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ നെഗറ്റീവ് ആയിട്ടല്ലേ കണക്കാക്കുന്നത്? ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? നെഗറ്റീവായി കണക്കാക്കുന്നു. ഇവിടെ ഒറിജിൻ ഇട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നെഗറ്റീവ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഇങ്ങോട്ടാണെങ്കിൽ നെഗറ്റീവ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടോ പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒറിജിനിൽ നിന്ന് മുകളിലേക്കുള്ളത് പോസിറ്റീവും താഴേക്കുള്ളത് നെഗറ്റീവും. നമ്മളൊരു ഗ്രാഫ് വരച്ചപ്പോ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ സാധാരണ വരയ്ക്കുമ്പോ ഇതാ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. 0 അല്ല 10, 20, 30. ഞാൻ ഇങ്ങോട്ട് അടയാളപ്പെടുത്തുമ്പോഴും 10, 20 എന്ന് അടയാളപ്പെടുത്താം. പക്ഷെ താഴേക്ക് അടയാളപ്പെടുത്തുമ്പോഴോ -10, -20. അപ്പൊ നമ്മൾ താഴേക്കുള്ളത് എന്തായിട്ടാ? നെഗറ്റീവ് ആയിട്ട് എടുക്കണേ. ഇവിടേക്കോ -10, -20. ഇവിടേക്കും എന്തായിട്ട് എടുക്കണേ? നെഗറ്റീവ് ആയിട്ട് എടുക്കണേ. അതേപോലെ തന്നെ നമ്മളൊരു ഗ്രാഫ് എങ്ങനെയാണോ കൺസിഡർ ചെയ്യണേ അതേപോലെ തന്നെയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. അപ്പൊ അതനുസരിച്ചാണ് ആവർത്തനം കണക്കാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു കോൺകേവ് ദർപ്പണമാണ്. ഇതിന്റെ മുകളിലേക്ക് അപ്പൊ എന്താണ്? പോസിറ്റീവ് ആണ്, താഴേക്കോ നെഗറ്റീവ്. അതുകൊണ്ടാണ് -6 വന്നത് കേട്ടോ. അത്രയും ചിന്തിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 60 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ നിന്ന് 0.50 അകലത്തിലാണെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്രയാണ്? നമുക്കിതറിയാം. ഇത് എവിടെയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗുരുത്വാകർഷണ ബലത്തിൽ പഠിച്ചിട്ടില്ലേ നമ്മള്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള മാസ് എത്രയാണ്? m1 m2 ആണെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം F കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയാലോ എങ്ങനെ ചെയ്യണേന്ന്? എന്തൊക്കെ തന്നിട്ടില്ലേ? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള മാസ് തന്നിട്ടുണ്ട്. അതെത്രയാണ്? 40 കിലോഗ്രാം ആണ് ആൻഡ് 60 കിലോഗ്രാം ആണ്. അവ തമ്മിലുള്ള അകലം 0.5 മീറ്റർ ആണ്. സോ നമുക്ക് എങ്ങനെ കാണാം? F is equal to G m m by r square അല്ലെങ്കിൽ G m1 m2 by r square എന്ന് കാണാം. G m1 m2 എത്രയാ? 6.67 into 10 raised to -11 into 40 into 60 by r square എത്രയാ? 0.5 into 0.5 0.25 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ആൻസർ വരും?
6 ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. 0.25 വരും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.4032 into 10⁻⁻7 എന്ന് കിട്ടും. 6.4032 into 10⁻⁻7. ഓക്കെ. മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് -10⁻7 ആയത്? എങ്ങനെയാണ്? 0.5 into 0.5 0.25 അല്ലെ? പോയിന്റ് ഒക്കെ കളയുമ്പോ 64032 into 10⁻⁻11 എന്ന് കിട്ടും. അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ആ പോയിന്റ് ഇത് മാറ്റിയിട്ട് 6.4032 into 10⁻⁻7 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ എന്താണ് ഉള്ളത് അതിനനുസരിച്ച് എഴുതാം. -11ലാണ് ഓപ്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അല്ല 6 പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ഈ ദശാംശ സ്ഥാനങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് -7 ആക്കിയിട്ടും എഴുതാം. ഓക്കെ, ഇതും SCRT-യിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് നോക്കുക. എന്നിട്ട് മാക്സിമം ഏതൊക്കെയാണോ നമ്മുടെ കയ്യിൽ എത്രയൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത് ഇക്വേഷൻസ് ഉള്ളത് അതെല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്മേൽ 50 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കപ്പെടുന്നതിന്റെ ഫലമായി വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നു എങ്കിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. നമുക്കറിയാം W is equal to F into S ആണ്. ഇവിടെ F ഓൾറെഡി തന്നിട്ടുണ്ട്, 50 ആണ്, 2 മീറ്റർ ആണ് സ്ഥാനാന്തരം. സോ എന്താണ്? 100 ആണ് ജൂൾ. ഇവിടെ ഇങ്ങനത്തെ കണക്കുകൾ ചോദിക്കാം. പിന്നെ പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിക്കാം. എന്താണ്? ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ, രണ്ടും ചോദിക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രവൃത്തിയുടെ യൂണിറ്റ്, അതേപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ. സദിശ അളവാണോ അതിശയ അളവാണോ? പവർ, ഊർജം അതേപോലെ തന്നെ പവർ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കി പോണം. അപ്പൊ നമുക്കറിയാലോ ഇപ്രാവശ്യം എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. SCRT അരിച്ചു പറക്കാതെ ഒരു രക്ഷയുമില്ല. അപ്പൊ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഇതെല്ലാം നമ്മൾ AZB അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സർക്കാർ ജോലി തന്നെ ലഭിക്കട്ടെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? ഈ കാണുന്ന നമ്പറിൽ ആരംഭം എന്ന് പറഞ്ഞ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. 1 ഇയർ ആണ് വാലിഡിറ്റി. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. എല്ലാവരും സർവീസിൽ കയറട്ടെ. വീണ്ടും ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.